നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന പേപ്പറിലെ അവസാനത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് രണ്ടാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് പഠിക്കുന്നത്. ഈ യൂണിറ്റിന്റെ പേര് ലോജിക് ആൻഡ് സയൻസ് എന്നാണ്. ലോജിക്കും അതുപോലെ ശാസ്ത്രവും. അപ്പോ ലോജിക്കിന് നമ്മൾ തർക്കശാസ്ത്രം എന്നൊരു പേര് ലോജിക്കിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ലോജിക് എന്ന് പറയുന്നത്? അപ്പൊ ശുദ്ധമായിട്ടുള്ള ചിന്തയുടെ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ലോജിക്കും അതുപോലെ സയൻസും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ലോജിക് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ലോജിക് എന്ന് പറയുന്നത് ഒരു നൈസർഗികമായിട്ടുള്ള ചിന്തയുടെ അല്ലെങ്കിൽ ഒറിജിനൽ തിങ്കിങ്ങിന്റെ ചിന്തയുടെ നിയമങ്ങളെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. അതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രീയമായിട്ട് പഠനം നടത്തുന്നതിനെയാണ് നമ്മൾ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ന്യായം, യുക്തി, അതുപോലെ വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ധാരണ, പിന്നീട് ഒരു തീരുമാനം, ഇതിന്റെയൊക്കെ ഒരു ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തർക്കശാസ്ത്രം എന്ന് പറയുന്നതും അത് പഠിപ്പിക്കുന്നതും. ഇനി ശാസ്ത്രം എന്നത് എന്താണ്? ശാസ്ത്രം എന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നിരീക്ഷണപരമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ നോളജിനെ കുറിച്ച് പറയുന്ന ഒരു ശാഖയാണ് എന്ത് ശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെ? അവിടെ എക്സ്പെരിമെന്റ്സിന്, പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊക്കെ റോളുള്ള വളരെ വസ്തുനിഷ്ഠമായിട്ട് ഒബ്ജക്റ്റീവ് സ്റ്റഡിയാണ് സയൻസ് എന്ന് പറയുക. അപ്പൊ പ്രകൃതിയിലും ലോകത്തും ഒക്കെയുള്ള സംഭവ വികാസങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് നമുക്ക് ശാസ്ത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം, ഇങ്ങനെ പല സയൻസിന്, മാത്തമാറ്റിക്സ്, ഇങ്ങനെ സയൻസിന് പല ശാഖകളും ഉപശാഖകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ശാഖയിൽ പെട്ടതിൽ വീണ്ടും ഉപശാഖകൾ വരുമ്പോൾ അതിൽ ഓരോന്നിനെയും എടുത്ത് പഠിക്കുക. ഇപ്പൊ കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. അതിൽ തന്നെ ഓർഗാനിക് കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ഇങ്ങനെ വീണ്ടും 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 നമ്മൾ അതിന് സബ് ഡിവിഷൻസ് വെക്കുന്നു. അപ്പോൾ എന്താണ്? ഇതിൽ ഓരോന്നിനെ കുറിച്ചും വീണ്ടും വീണ്ടും കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ, ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇൻഡെപ്ത് സ്റ്റഡീസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് സയൻസിന്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ലോജിക്കും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം, ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോജിക് ആൻഡ് സയൻസ് നോക്കാം. ഇതിന്റെ ഒന്നാമത്തേത് തന്നെ ഒരു അടിസ്ഥാന ഉപാധികൾ. ഇതിന് ശാസ്ത്രത്തിനും ലോജിക്കിനും ഉള്ള അടിസ്ഥാന ഉപാധി എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത് ലോജിക്കാണ് യഥാർത്ഥത്തിൽ, അല്ലെ? ശാസ്ത്രം എന്ന് പറയുന്നത് യുക്തിയില്ലാതെ ശാസ്ത്രം മുന്നോട്ട് പോകില്ല. നമ്മൾ എപ്പോഴും പറയും യുക്തിക്ക് നിരക്കാത്തത് എന്ന് പറയും ചില കാര്യങ്ങൾ. അതായത് ചില സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും അതിന് ഒരു സയന്റിഫിക് എവിഡൻസ് ഇല്ല, അത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയും, അല്ലെ? അപ്പൊ അത് ലോജിക്കൽ സെൻസിന് ായിട്ട് ഒത്തുപോകുന്നതല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പൊ എന്താണ്? ലോജിക്കും സയൻസും ഒന്നിച്ചു പോകുന്നതാണ്. ലോജിക്ക് ഇല്ലാതെ സയൻസ് നിലനിൽക്കില്ല എന്നതാണ്. അതുപോലെ സയൻസിന് എപ്പോഴും എന്തുണ്ടായിരിക്കും? ലോജിക് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ബന്ധം സയൻസും ലോജിക്കും തമ്മിലുണ്ട്. ഇനി നിരീക്ഷണം മുതൽ ഉപസംഹാരത്തിലേക്കാണ് രണ്ടും പോകുന്നത്. ലോജിക് ആണെങ്കിലും അതെ, സയൻസ് ആണെങ്കിലും അതെ. നമ്മളൊരു കാര്യത്തെ നിരീക്ഷിക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, കീൻ ഒബ്സർവേഷൻ നടത്തുന്നു, അതിൽ നിന്ന് നമ്മൾ ഒരു ചില ഹൈപ്പോത്തിസിസ് നമ്മൾ രൂപപ്പെടുത്തുന്നു, ചില ഊഹങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നു. നമ്മൾ ആ ഊഹത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള പല മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നു. നമ്മൾ അതിനെ വീണ്ടും വീണ്ടും അതേക്കുറിച്ച് റിസർച്ച് നടത്തുന്നു, പഠനത്തിൽ നടത്തുന്നു, അവസാനം നമ്മളൊരു ഫൈനൽ കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് സയൻസിൽ ഉള്ളതാണ്. ഇത് ലോജിക്കിലും ഉള്ളതാണ്. അപ്പൊ സയൻസും ലോജിക്കും എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഒന്നാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലാണ്. അപ്പൊ ഈ സയൻസ് എന്ന് പറയുന്നത് തർക്കപരമായിട്ടുള്ള ഘടകങ്ങളില് ഊന്നിയിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മൾ ലോജിക്കിനെ തർക്കശാസ്ത്രം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ചില തർക്കങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ശാസ്ത്രം നിലനിൽക്കുന്നത്. സയൻസ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ഡൗട്ട്, അല്ലെ? നമുക്കൊരു സ്കെപ്റ്റിക് മൈൻഡ് വരും, ഒരു ഡൗട്ട് വരുന്നു. അപ്പൊ അതിന് നമ്മളുടെ യുക്തിക്ക് നിരക്കുന്ന ഒരു കൺക്ലൂഷൻ അതിന് വെക്കുന്നു. പിന്നെ ആ കൺക്ലൂഷനെ നമ്മൾ വീണ്ടും പഠന വിധേയമാക്കുന്നു. അപ്പൊ ആ കൺക്ലൂഷനിൽ നിന്ന് വീണ്ടും വീണ്ടും പല പല കാര്യങ്ങളിലേക്ക് എത്തുന്നു. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാല്, ഭൂമി പരന്നതാണ് എന്നുള്ള ഒരു
കൺക്ലൂഷൻ ആണ് പണ്ട് ആദ്യ കാലത്തുണ്ടായിരുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നു അല്ലെ, നോക്കെത്താ ദൂരം പരന്നു കാണുന്ന ഭൂമി, നമ്മൾ ഈസി ആയിട്ട് നടക്കാൻ കഴിയുന്ന ഭൂമി. അപ്പോൾ മനുഷ്യന്റെ സാമാന്യ യുക്തിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് ഭൂമി പരന്നതാണ് എന്നതാണ്. എന്നാൽ വീണ്ടും കുറെ കൂടി കാലം മുന്നോട്ട് പോയപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്നൊരു നിഗമനത്തിലെത്താൻ സാധിച്ചു അല്ലെ. ഇനി ആ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള നിഗമനത്തിൽ എത്തുന്നതിന് നമ്മൾ മെഗലന്റെ സഞ്ചാരമൊക്കെ നമ്മൾ പറയാറുണ്ട്, ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതൊക്കെ. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഐസക് ന്യൂട്ടന്റെ ഒരു ജിയോയിഡ് ഷേപ്പാണ് ഭൂമിക്ക്, അതായത് മധ്യഭാഗം അല്പം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ആ ഒരു ഷേപ്പാണ്, ജിയോയിഡ് ഷേപ്പാണ് ഭൂമിക്ക് എന്ന് കുറച്ചുകൂടി വിശദമായിട്ട് കണ്ടെത്തി. ഇനി ഭൂമിയെ സംബന്ധിച്ച് തന്നെ ധാരാളം സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഭൂമിയാണ് ഈ സൗരയൂഥത്തിന്റെ കേന്ദ്രം, ഭൂമിയെ ചുറ്റി മറ്റു സൂര്യനും മറ്റു ഗ്രഹങ്ങളും എല്ലാം സഞ്ചരിക്കുകയാണെന്നുള്ളതാണ് ആദ്യകാലത്തെ നിയമം. എന്നാൽ പിന്നീട് ഈ സൗരകേന്ദ്ര സിദ്ധാന്തം, കെപ്ലറുടെ ഒക്കെ സൗരകേന്ദ്ര സിദ്ധാന്തം ഒക്കെ വരുന്നുണ്ട്. അതായത് ഹീലിയോസെൻട്രിക് തിയറി, സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം, സൂര്യനെ ചുറ്റി ബാക്കിയുള്ള ഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാണെന്നുള്ള ഒരു സിദ്ധാന്തമായിട്ട് അത് മാറുന്നു. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്? ആദ്യത്തെ ഒരു കൺക്ലൂഷനില് ആദ്യം ഭൂമി കേന്ദ്രമാണെന്നുള്ളത് ഒരു കൺക്ലൂഷൻ ആയിരുന്നു അല്ലെ. ഒരു സൈദ്ധാന്തികൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രകാരൻ ഒരുപാട് അദ്ദേഹത്തിന്റെ യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തൽ തന്നെയായിരുന്നു അത്. പക്ഷെ അത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് ആ ഉത്തരത്തെ അസാധുവാക്കുന്നതായിരുന്നു അടുത്ത കണ്ടെത്തൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു തർക്കമുണ്ട് അല്ലെ, ഒരു തർക്കശാസ്ത്രം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഹൈപ്പോതിസിസിനെ റീസണിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. അത് എന്ത് മാർഗമാണ് കൊണ്ടുവരുന്നത്? ത്രൂ എക്സ്പെരിമെന്റ്സ് ആൻഡ് ഫൈനലി വി ലീഡ്സ് ടു എ കൺക്ലൂഷൻ. അതാണ് ഈ ഒരു ലോജിക് എന്ന് പറയുന്നത്. ഇനി ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്സ് ആണ്, ഈ രണ്ട് പ്രക്രിയയാണ്, ടൂൾസ് ആണ് ഇതിൽ ഉപയോഗിക്കപ്പെടുന്നത്. പതിവായിട്ട് ശാസ്ത്രം ഉപയോഗിക്കുന്നത് ഒരു ഇൻഡക്ഷൻ ആണ്, അതായത് സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിൽ നിന്ന് പൊതുവായിട്ടുള്ളതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം സൂക്ഷ്മമായതിനെ, മൈക്രോ കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് നമ്മൾ മാക്രോ അല്ലെങ്കിൽ ജനറലിലേക്ക് എത്തുന്ന ഒരു രീതി. ഇനി ഡിഡക്ഷൻ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള സംഭവ വികാസങ്ങളെ പഠിച്ചിട്ട് ഒന്നിലേക്ക് തന്നെ പോയിന്റഡ് ആയിട്ട് എത്തുന്ന ഒരു രീതി. തർക്കശാസ്ത്രം ശാസ്ത്രത്തെ ഒരു കൃത്യതയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. ന്യായക്രമം ശാസ്ത്രത്തെ വാസ്തവത്തിൽ നിന്ന് യുക്തിയിലേക്കും യുക്തിയിൽ നിന്ന് പ്രായോഗിക തലത്തിലേക്കും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇനി ശാസ്ത്രീയ രീതിയും തർക്കശാസ്ത്രവും എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതിന്റെ തർക്കശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഘടകങ്ങള്, ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു അല്ലെ, ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ കുറിച്ചൊരു അവബോധം അല്ലെ, ആ പ്രോബ്ലം എനിക്കുണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ ഞാൻ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന ബോധം എനിക്കുള്ളപ്പോഴാണ് ചൂഷണം അവിടെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് എന്നോർത്ത് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ എനിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ ചൂഷണം ചെയ്യപ്പെടുകയാണ്, ഇതല്ല ശരി, ഞാൻ ഇത് അനുഭവിക്കേണ്ടവളല്ല, അല്ലെങ്കിൽ ഇത് ചൂഷണമാണ് എന്ന അവബോധം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു പ്രോബ്ലം ആയിട്ട് അവിടെ വരുന്നത് അല്ലെ. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ കണ്ടെത്തുന്നു. പിന്നീട് ആ പ്രോബ്ലത്തിന് ഒരു ഹൈപ്പോത്തിസിസ്, സാധ്യതാപരമായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. അതിനെ നമ്മൾ പ്രൊപ്പോസിഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇനി അത് പല എക്സ്പെരിമെന്റുകളിലൂടെ, അതായത് പരിശോധനകളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ട് ഒരു ഇൻഡക്റ്റീവ് മെത്തേഡ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരും, അതിന്റെ ഒരു ഉപസംഹാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇനി ഈ ലോജിക്ക് എന്താണ് ശാസ്ത്രത്തിന് നൽകുന്നത് എന്ന് നോക്കാം. അതായത് ലോജിക്ക് ശാസ്ത്രത്തിന് എന്ത് നൽകുന്നു എന്ന് നോക്കാം. ഒന്നാമത് ശുദ്ധമായിട്ടുള്ള ഒരു ചിന്താ നിലവാരം നൽകാൻ സയൻസിന് ലോജിക്ക് നൽകുന്നുണ്ട്, യുക്തി സയൻസിന് നൽകുന്നുണ്ട്. പ്രത്യേക ശാസ്ത്രീയമായിട്ടുള്ള രീതിക്ക് മുൻതൂക്കം കൊടുത്ത് ധാരണകൾ, നമുക്കിങ്ങനെ കുറെ തോന്നലുകൾ ഉണ്ടായിരിക്കും അല്ലെ, ചില ഇൻഡ്യൂഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെ, ചില മുൻവിധികളെ, പ്രിജുഡിസിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ഇതിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം, ഒരു രക്ഷയാണ് യഥാർത്ഥത്തില് ഈ ലോജിക്ക് എന്ന് പറയുന്നത്. ഇനി ചില തെറ്റായിട്ടുള്ള അനുമാനങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കും, യുക്തി സഹായിക്കും, തെറ്റായിട്ടുള്ള അനുമാനങ്ങളെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ഉള്ളില് ചില സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ കുറിച്ചൊക്കെ ചില വിശ്വാസങ്ങളുണ്ട് അല്ലെ. അപ്പോ അതായത് നമ്മളൊരു നിഴല് കാണുന്നു, ഈ നിഴല് കാണുമ്പോൾ നമ്മളത് ഏതൊക്കെയോ നമ്മൾ പണ്ടേ നമ്മുടെ ഭാവനയിലുള്ള
ചില ഭൂതങ്ങളും പ്രേതങ്ങളും ഒക്കെയാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ എത്തിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഭയന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഈ റൂമില് ഇരുട്ടിലാണ് നമ്മൾ, അല്പം വെളിച്ചവും ബാക്കി ഇരുട്ടുമുള്ള ആ ഒരു മങ്ങിയ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ രീതിയിൽ ഭയപ്പെടുത്തുന്ന നിഴലുകള് അത് ചലിക്കുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു സമയത്ത് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ലൈറ്റ് ഇട്ട് നോക്കുന്നു. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മുറി പ്രകാശമാനമാകുന്ന സമയത്ത് ഈ നിഴലുകൾ അപ്രത്യക്ഷമാവുകയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇട്ട് നോക്കുന്നു, അപ്പൊ വീണ്ടും അത് വരുന്നു. അപ്പൊ ഇത് നമ്മൾ നിഴലിന്റെ ഒരു കളിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ്. അപ്പൊ അതായത് തെറ്റായിട്ടുള്ള ചില അനുമാനം, ഇത് പ്രേതമാണ് എന്നുള്ള നമ്മുടെ ഒരു തെറ്റായ അനുമാനമായിരുന്നു, അതിൽ നിന്ന് നമ്മൾ ശരിയായ അനുമാനത്തിലേക്ക് എത്തുന്നു. അപ്പൊ തെറ്റായ അനുമാനങ്ങളെ ഒഴിവാക്കാൻ അത് സഹായിക്കുന്നു. ഇനി ശാസ്ത്രീയമായിട്ടുള്ള ചില കൺക്ലൂഷൻസ്, ഉപസംഹാരങ്ങളെ ആധികാരികമാക്കാൻ, അല്ലെ, അതിനെ അത് ഒരു ഒതന്റിക് രേഖയായിട്ട് സ്പെസിഫൈ ചെയ്യാൻ ഈ ലോജിക്ക് ശാസ്ത്രത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമ്മുടെ ഒരു ഉപസംഹാരത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു, അത് ശാസ്ത്രീയമാണെന്ന് ഫൈനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒതന്റിഫിക്കേഷൻ അതിന് നൽകുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ലോജിക്. ദെൻ ഒരു താർക്കിക പരിശുദ്ധിയും കൃത്യതയും ഒക്കെ ഉറപ്പാക്കാനായിട്ട് ഈ തർക്കശാസ്ത്രം ലോജിക്കിനെ, സയൻസിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോടുകൂടി ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന പേപ്പർ കംപ്ലീറ്റ് ആവുന്നു. താങ്ക് യു.